കൺവെൻഷണൽ IVFും ICSI ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊന്ന് പറയാം. കൺവെൻഷണൽ IVF ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ഒരു പെട്രി ഡിഷിൽ 2-3 എഗ്ഗ് ഇടുകയും അതിൻ്റെ കൂടെ ഏകദേശം 50,000 to 1,00,000 സ്പേംസ് ഒരുമിച്ചിട്ടിട്ട് അത് ഇൻക്യുബേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ IVF ചികിത്സ വൈകുന്നത് IVF ചികിത്സയുടെ സക്സസ് റേറ്റിനെ ബാധിക്കാറുണ്ടോ? IVF സക്സസ് റേറ്റ് ഏകദേശം 50% അത് 35 വയസ്സ് കഴിയുമ്പോൾ 20 മുതൽ 30% മാറുന്നു. ICSI എന്ന ചികിത്സാ രീതി ആവശ്യമായി വരുന്ന കണ്ടീഷൻ 2 ട്യൂബും ബ്ലോക്കുള്ള അവസ്ഥ, ബൈലാറ്ററൽ ട്യൂബൽ ബ്ലോക്ക്, അതുപോലെ പോസ്റ്റ് കീമോതെറാപ്പി കേസസ്. ICSI എന്ന ചികിത്സാ രീതി ആവശ്യമായി വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറയൂ. ICSI അഥവാ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്ന് വെച്ചാൽ ഒരണ്ടത്തിലേക്ക് നമ്മൾ ഒരു ബീജത്തെ കുത്തിവെച്ച് അത് ഭ്രൂണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ചികിത്സാ രീതിക്കുള്ള അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് സിവിയർ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, അതായത് 1 മില്യണിൽ താഴെ ടോട്ടൽ മൊട്ടൈൽ സ്പേംസ് വരുന്ന അവസ്ഥ, അതുപോലെ അസൂസ്പെർമിയ പോലുള്ള കണ്ടീഷൻസ്, അതായത് സ്പേം തീരെ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ സർജിക്കലി റിട്രീവ്ഡ് ആയിട്ടുള്ള സ്പേംസ് ഉപയോഗിക്കും. അതായത് എപ്പിഡിഡൈമിസിൽ നിന്നോ ടെസ്റ്റിസിൽ നിന്നോ കുത്തിയെടുത്ത ബീജങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ICSI ചികിത്സ ചെയ്യാവുന്നതാണ്. അതുപോലെ സിവിയർ ആയിട്ടുള്ള പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ്, 2 ട്യൂബും ബ്ലോക്കുള്ള അവസ്ഥ, ബൈലാറ്ററൽ ട്യൂബൽ ബ്ലോക്ക്, അതുപോലെ പോസ്റ്റ് കീമോതെറാപ്പി കേസസ്, അതായത് ക്യാൻസർ ഉള്ള പേഷ്യൻസിൽ മെയിൽസിലാണെങ്കിൽ നമുക്ക് സ്പേം നേരത്തെ തണുപ്പിച്ച് വെക്കാം. അതുപോലെ ഫീമെയിൽസിൽ അണ്ടം റിട്രീവ് ചെയ്തിട്ട് അതും തണുപ്പിച്ച് വെച്ചിട്ട് പിന്നീട് നമുക്കതിൽ ICSI ചികിത്സ ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് സ്ക്രീനിങ് ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷൻസ്, അതായത് ചില ജനിതക രോഗങ്ങളിൽ ഇങ്ങനെയുള്ള സ്ക്രീനിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിലും നമുക്ക് ICSI ആവശ്യമായിട്ട് വരുന്നു. അതുപോലെ HIV ഡിസ്കോർഡൻ കപ്പിളിൽ, അതായത് ഒരു പാർട്ട്ണർക്ക് HIV ഉള്ള കേസുകളിലും നമുക്കിങ്ങനെ ICSI ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് പാർട്ട്ണറിലേക്കുള്ള സ്പ്രെഡ് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ നമ്മൾക്ക് ഓവുലേഷൻ ഇൻഡക്ഷനോ IUI ഒക്കെ ചെയ്തിട്ട് വിജയം വരുന്നില്ലെങ്കിൽ നമുക്ക് ICSI ചികിത്സ അങ്ങനെയുള്ള കേസുകളിൽ എടുക്കാം. അതുപോലെ വളരെ പുവറായിട്ടുള്ള ഓവേറിയൻ റിസർവ്, അണ്ടത്തിൻ്റെ നമ്പർ വളരെ മോശമാവുന്ന കേസുകളിലും നമ്മൾ ICSI ചെയ്യുന്നതായിരിക്കും. ICSI ചികിത്സ വൈകുന്നതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം. ICSI ചികിത്സ നമുക്ക് ഇങ്ങനെയുള്ള അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ICSI പറഞ്ഞു കഴിഞ്ഞാലും ചില കപ്പിൾസ് കുറച്ചും കൂടെ ആലോചിച്ചിട്ട് വരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിലേ ചെയ്യിക്കാറുണ്ട്. അങ്ങനെ ഡിലേ ചെയ്യുന്നത് മൂലം പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കുള്ള ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കുറയുന്നുണ്ട്. അതായത് നമുക്ക് ഏജ് ഫാക്ടറൊക്കെ ഉള്ള ആൾക്കാരിൽ അണ്ടത്തിൻ്റെ നമ്പറും ക്വാളിറ്റിയും ഈ വൈകുന്നതനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അനൂപ്ലോയിഡിക്കുള്ള സാധ്യതകൾ കൂടും, ക്രോമസോമൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫെർട്ടിലൈസേഷനുള്ള സാധ്യതകൾ കുറയും. അതുപോലെ ഗർഭം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ, പിടിച്ചു കിട്ടാനുള്ള സാധ്യതകളെല്ലാം കുറയുന്നുണ്ട്. അതുപോലെ മെയിൽസിലാണെങ്കിലും 40 വയസ്സിന് ശേഷം സ്പേം ക്വാളിറ്റിയും കുറയുന്നതായി കാണാറുണ്ട്. 40 വയസ്സിന് ശേഷം ടോട്ടൽ സ്പേം കൗണ്ടും അതുപോലെ മോട്ടിലിറ്റിയും കുറയുന്നു, വൈകല്യമുള്ള ബീജങ്ങൾ അധികമാവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ഗർഭധാരണത്തിനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. സാമ്പത്തികമായിട്ട് എങ്ങനെ ഈ ഒരു IVF ചികിത്സ വൈകുന്നത് കാരണമാകാമെന്ന് പറയാം. ഈ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രായമായിട്ടുള്ള ഒരാളിൽ നമ്മൾ ഓവേറിയൻ സ്റ്റിമുലേഷൻ നടത്തുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് സ്റ്റിമുലേഷൻ അവരിൽ കൂടുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഡോസ് സാധാരണയെക്കാട്ടിലും കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് കാണുന്നു. സാധാരണ ഒരു യങ് ആയിട്ടുള്ള ഒരാളിൽ നമ്മൾ 9-10 ദിവസം മെഡിക്കേഷൻസ് കൊടുക്കുന്നതിന് ഈ കുറച്ചും കൂടെ ഏജ് കൂടിയ ആൾക്കാരിൽ അത് 11-12 ദിവസം വരെയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. അതുപോലെ ഹയർ ഡോസസും നമ്പർ ഓഫ് മെഡിക്കേഷൻസും അവർക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് വളരെ പൂറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ വരാറുണ്ട്. അതുപോലെ എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാറുണ്ട്. അങ്ങനെ ഹയർ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് അവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്പർ ഓഫ് സൈക്കിൾസ്, ചിലതിൽ നമുക്ക് തീരെ അണ്ടം കുറവുള്ള ആൾക്കാരിൽ നമ്മൾ ഊസൈറ്റ് പൂളിംഗ്, അതായത് പല സൈക്കിളുകളിൽ നിന്ന് നമ്മൾ സ്റ്റിമുലേഷൻ നടത്തി എഗ്ഗ് ഒരുമിച്ച് വെച്ചിട്ട് ആ എഗ്ഗിൽ പിന്നീട് ഒരു ഡേറ്റിൽ നമ്മൾ ICSI ചെയ്യും. അപ്പോൾ അങ്ങനെ ഊസൈറ്റ് പൂൾ ചെയ്തിട്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് കോസ്റ്റ് അധികമായിട്ട് പോകാറുണ്ട്. അതുപോലെ ഒരു സൈക്കിളിൽ ഇപ്പം നമുക്ക് വിജയസാധ്യത കുറയുമ്പോൾ നമ്മൾ പിന്നെയും ഒരു സൈക്കിൾ സ്റ്റിമുലേഷൻ ചെയ്യുമ്പോഴും ഈ കോസ്റ്റ് ഫാക്ടർ വളരെ അധികമാകുന്നത് കാണാറുണ്ട്. പിന്നെ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് സ്ക്രീനിങ് ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയും കോസ്റ്റ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ ഹെൽത്ത് റിസ്കുകളും ഈ
നമ്മൾ IVF ഡിലേ ചെയ്യുന്നത് മൂലം കാണാറുണ്ട്. ഹെൽത്ത് റിസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മദറിനും ബേബിക്കുമുള്ള ഹെൽത്ത് റിസ്കുകൾ കൂടും. കാരണം ഏജ് കൂടുന്നതനുസരിച്ചിട്ട് മദറിന് ഷുഗർ, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസിയ അതുപോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ മിക്കതിലും നമുക്ക് പ്രീ ടേം ഡെലിവറി അല്ലെങ്കിൽ പ്രീ ടേം LSCS ഒക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ റിസ്കുകൾ കൂടും. അപ്പോൾ കുട്ടിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടും. അതുപോലെ ഡൗൺ സിൻഡ്രോം പോലുള്ള കേസുകളൊക്കെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രഗ്നൻസി ആയാലും അബോർഷൻ റേറ്റ്സും ഇങ്ങനെയുള്ള കേസുകളിൽ അധികമായിട്ട് കാണാറുണ്ട്. ഇങ്ങനെ IVF ചികിത്സ വൈകുന്നത് IVF ചികിത്സയുടെ സക്സസ് റേറ്റിനെ ബാധിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി അത് ബാധിക്കാറുണ്ട്. നമ്മൾ യങ് കപ്പിളിൽ IVF സക്സസ് റേറ്റ് ഏകദേശം 50% അത് 35 വയസ്സ് കഴിയുമ്പോൾ 20 മുതൽ 30% മാറുന്നു. അത് 40 വയസ്സിലോട്ട് എത്തുമ്പോൾ ഏകദേശം 10% ഒക്കെ ആയിട്ട് കുറയുന്നുണ്ട്. അപ്പം അത് ബേസിക്കലി നമ്മുടെ പുവർ ക്വാളിറ്റി എഗ്സ് അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി എംബ്രിയോസ് അത് കാരണം ഉള്ള ഫെർട്ടിലൈസേഷൻ കുറയുന്നതും ഇംപ്ലാന്റേഷൻ കുറയുന്നതും വഴിയാണ്. അപ്പം ഡെഫിനറ്റ്ലി സക്സസ് റേറ്റ് കുറയുന്നുണ്ട്. കൺവെൻഷണൽ IVFും ICSI ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊന്ന് പറയാം. കൺവെൻഷണൽ IVF ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ഒരു പെട്രി ഡിഷിൽ 2-3 എഗ്ഗ് ഇടുകയും അതിൻ്റെ കൂടെ ഏകദേശം 50,000 to 1,00,000 സ്പേംസ് ഒരുമിച്ചിട്ടിട്ട് അത് ഇൻക്യുബേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ICSI എന്ന ചികിത്സാ രീതിയിൽ നമ്മൾ ഒരു എഗ്ഗിൽ ഒരു സ്പേം ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ICSI എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ്. കൺവെൻഷണൽ IVF അധികം യൂസ് ചെയ്യാറില്ല. കൺവെൻഷണൽ IVF ട്രീറ്റ്മെൻറ്റിൽ നമ്മുടെ ഫെർട്ടിലൈസേഷൻ റേറ്റ് 60 മുതൽ 70% വരെയാണ് ഏകദേശം കാണുന്നത്. അത് ICSIയിൽ more than 80% ആണ്. അതാണ് ICSI കൊണ്ടുള്ള അഡ്വാൻറ്റേജ്.